ഇപ്പോൾ ചങ്ങനാശ്ശേരി എം.എൽ.എ. വിനു ജോബ് ചേരുന്നുണ്ട്. എം.എൽ.എ. കേൾക്കാമോ? എം.എൽ.എ. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. എം.എൽ.എ. നോക്കൂ, ഇവിടെ ചങ്ങനാശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ അവിടെ 150ഓളം പേരുണ്ട്. അവർക്ക് ഇതുവരെ ഭക്ഷണം കിട്ടുന്നില്ല. അവർക്ക് ഇന്നലെ മുതൽ ഭക്ഷണം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അവിടെ ഈ ഭക്ഷണം പാകം ചെയ്യാനുണ്ടായിരുന്ന ഗ്യാസ് കുറ്റി എടുത്തുകൊണ്ട് പോയി തൊട്ടടുത്തുള്ള ക്യാമ്പിൽ പോയി ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുട്ടികളും സ്ത്രീകളും കിടപ്പ് രോഗികളും ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇവരെ സഹായിക്കാൻ കഴിയുക? 10 മിനിറ്റിനകം അവിടെ വരും. ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല, ഇപ്പോഴും അറിയില്ല. 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇപ്പോൾ ആ സ്പോട്ടിൽ വരും കേട്ടോ. തീർച്ചയായും. ഇത് ഈ സംഭവം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചോ? ഉദ്യോഗസ്ഥരും എത്തുമോ? നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. എല്ലാ ക്യാമ്പിലും ഫുഡ് കൊടുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ക്യാമ്പിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ള സംഭവം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ വരും കേട്ടോ. ഓക്കെ, വളരെയധികം നന്ദി. ഏതായാലും ഏകോപനത്തിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിക്കുന്നുണ്ടോ അവിടെ? അതാ ഞാൻ അവിടെ വന്ന് അന്വേഷിക്കട്ടെ. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഉടൻ തന്നെ അങ്ങോട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഏതായാലും എം.എൽ.എ. വിനു ജോബ് ഇപ്പോൾ ഞാൻ എല്ലാ ക്യാമ്പിലും ഞാൻ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഞാൻ പോകുന്നുണ്ട്. ഈ വിവരം ഞാൻ ഇപ്പോഴും അറിയുന്ന ഉടൻ തന്നെ ഞാൻ അവിടെ എത്തുന്നതായിരിക്കും കേട്ടോ. വരുമ്പോൾ അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള നടപടി കൂടി വേഗത്തിലാക്കൂ എന്നാണ് എം.എൽ.എയോട് പറയാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്. 150ഓളം പേരാണ്. നമ്മളിവിടെ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ ചെറിയ കുട്ടികളുണ്ട്. അവരിൽ പലരും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ ഉടൻ തന്നെ അങ്ങോട്ട് വരുന്നു. ഞാൻ ഇവിടുന്ന് വണ്ടി വിട്ട് കഴിഞ്ഞു. അങ്ങോട്ട് വരുന്ന വഴിയാ കേട്ടോ. അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഞാൻ ചെയ്തിരിക്കും കേട്ടോ. ഓക്കെ, വളരെയധികം നന്ദി. അഖിൽ ക്യാമ്പിലുള്ളവരോട് പറയൂ, ഇപ്പോൾ അവിടുത്തെ എം.എൽ.എ. ഉടൻ തന്നെ എത്തുന്നുണ്ട്. അദ്ദേഹം ഭക്ഷണം എത്തിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കും എന്ന് പറയുന്നുണ്ട്. 10 മിനിറ്റിനകം എം.എൽ.എ. ഇപ്പോൾ ഈ ക്യാമ്പിലേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അഖിൽ അവരോട് പറയൂ, ഉടൻ തന്നെ അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനമാകുന്നുണ്ട്. തീർച്ചയായും നമ്മളവിടെ പങ്കുവെക്കാവുന്നതാണ്. ചേട്ടാ, ഇപ്പോൾ എം.എൽ.എ. ഇങ്ങോട്ടേക്ക് 10 മിനിറ്റിനുള്ളിൽ ഇവിടുത്തെ ചങ്ങനാശ്ശേരി എം.എൽ.എ. എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കുകയല്ലേ? ഇല്ല, മാമനോട് പറഞ്ഞാൽ വിശ്വസിക്കുന്നു, തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അത് തന്നെയാണ്. എന്തായാലും ഇപ്പോഴും ഇതുവരെ നിങ്ങൾ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. സുനിൽ, നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ആ കുട്ടിക്ക്, നമ്മൾ നേരത്തെ അവിടെ ഒരു ചെറിയ കൊച്ചിനെ കണ്ടല്ലോ. ആ കൊച്ചിന് ഇപ്പോൾ വാശി പിടിച്ചാൽ കരഞ്ഞ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയാണെന്നുള്ളതാണ്. കാരണം വിശന്നിരിക്കുകയായിരുന്നു രാവിലെ മുതൽ. ഒരു പഴവും മറ്റുമൊക്കെ, പഴവും ബ്രെഡും, എത്രത്തോളമൊക്കെ മനുഷ്യന് ഈ പഴവും ബ്രെഡും മാത്രം കഴിച്ച് വിശപ്പകറ്റി പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അവർ ചെറിയ കുട്ടികളാണ്. കുട്ടികളൊക്കെ ഒരുപക്ഷെ എപ്പോഴും ഈ പഴവും ബ്രെഡും മാത്രം കൊടുത്താൽ അതിനോട് സഹകരിച്ചു പോകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ കുഞ്ഞിനിപ്പോൾ അവർ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണമാണ്. നമുക്ക് കാണാൻ പറ്റും. ഹോട്ടലിൽ നിന്നും ഇവരുടെ പണം കൊടുത്തു. അതായത് എല്ലാം നഷ്ടപ്പെട്ട വെള്ളത്തിലായി കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ തുണി മാത്രം പെറുക്കി എടുത്തുകൊണ്ട് വന്ന ആളുകളാണ് അവരാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ പുറത്തിൽ നിന്നും അവർ തന്നെ വീണ്ടും ഈ പണം കൊടുത്ത് വാങ്ങുന്നു, അല്ലെങ്കിൽ പണം കൊടുത്ത് ഭക്ഷണം മേടിക്കുന്നു. ഇതൊക്കെ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ റെഡിയായി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ സംവിധാനങ്ങളിൽ, സർക്കാർ സംവിധാനങ്ങളുടെയും ബന്ധപ്പെട്ട അധികൃതരെയും ഒക്കെ ചുമതല എന്ന് പറയുന്നത്. അതിലെന്തായാലും ഇവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നുള്ള നേർ കാഴ്ച തന്നെയാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല, ഇവർക്ക് ഇതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ്. കാരണം രാവിലെ മുതൽ തന്നെ ഇത് പറയുമ്പോൾ കൃത്യമായ ഒരു ഏകോപനം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വലിയൊരു അപാകത ഇവിടെ സംഭവിക്കില്ലായിരുന്നു. കാരണം രാവിലെ ഒരുപക്ഷെ നമുക്കത് കാണിച്ചു തരാൻ കഴിയും. കുറച്ച് സവാളയും അതുപോലെ തന്നെ റവയും മാത്രമാണ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് 160 പേരുണ്ടെങ്കിലും നിലവിൽ ഇപ്പോൾ ഇവിടെ 10-50ഓളം പേര് മാത്രമാണുള്ളത്. ഒരു 5 പാക്കറ്റ്, 1, 2, 3, 4, 5 പാക്കറ്റ് റവ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഉപ്പുണ്ട്, സവോളയുണ്ട്, മുളകുണ്ട്. പക്ഷേ ഇത് കൊണ്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അവിടെ പാചകം ചെയ്യാനുള്ള സംവിധാനമില്ല, പാചകക്കാരുമില്ല. കുറച്ച് പച്ചക്കറി മേടിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെ കഴിക്കാനാണിത്? ഇങ്ങനെയാണ് ഒരു ക്യാമ്പിൽ, ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ആളുകൾ വീട് മുഴുവൻ വെള്ളത്തിലായി ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ മനുഷ്യന്മാരോട് ചെയ്തിരിക്കുന്ന ഒരു പണി നോക്കിയേ. ഒരു കവറിൽ കുറേ പച്ചക്കറി കൊണ്ടുവച്ചിട്ടുണ്ട്, റവ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് കഴിച്ചോളാൻ പറയുകയാണ്. ഇങ്ങനെയാണോ ഇവരോട് പെരുമാറേണ്ടത്? തീർച്ചയായും ഇത് വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളൂ. അവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥരെവിടെ? ഇവിടെ 2 ഉദ്യോഗസ്ഥർ നേരത്തെ വന്നു എന്ന് പറയുന്നു. അവർ വന്ന് പറഞ്ഞത് തൊട്ടടുത്ത ക്യാമ്പുകളിൽ എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാനാണ്. 150 പേരുണ്ട്, ചെറിയ കുട്ടികളാണ്.
കിടപ്പ് രോഗികളുണ്ട്. അവരെങ്ങനെയാണ് തൊട്ടടുത്ത ക്യാമ്പിൽ പോയി ഭക്ഷണം കഴിക്കുക? ഏകോപനത്തിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും MLA പറഞ്ഞത്, അവിടുത്തെ സ്ഥലം MLA വിനു ജോബ് പറഞ്ഞത് അല്പസമയത്തിനകം അവിടെ എത്തും, ഭക്ഷണം എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ്. പക്ഷേ ഇത് ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി തന്നെ വേണം. ഇങ്ങനെ റവയും കുറച്ച് പച്ചക്കറിയും എടുത്ത് ആ സ്കൂളിൽ കൊണ്ടുവച്ച് അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? അവിടെ ഗ്യാസ് ഇല്ല, അവിടെ പാചകം ചെയ്യാനുള്ള സംവിധാനമില്ല. ഈ വെള്ളം പോലും അല്പസമയം മുമ്പാണ് കൊണ്ടുവച്ചത്. അവർക്ക് വെള്ളം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തൊരു അനാസ്ഥയാണ് അല്ലേ അഖിൽ? തീർച്ചയായും അത് തന്നെയാണ്. അതായത് നമ്മൾ ഇവരോട് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളതേ ഉള്ളൂ, ഈ പച്ചക്കറിയും അതുപോലെ തന്നെ ഈ റവയും ഒന്നും പച്ചവെള്ളത്തിൽ വെട്ടിയിട്ടാൽ അത് ഉപ്മാവില്ല, അല്ലെങ്കിൽ അത് ഭക്ഷണമാവില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് വേണം ഗ്യാസും മറ്റത് വേണം. അത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അത് തിരികെ എടുത്തു കൊണ്ടുപോയി എന്നുള്ളതാണ് ഇവരെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇപ്പോഴുണ്ടോ അഖിൽ? ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടോ അഖിൽ? അഖിൽ, അവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടോ? അഖിൽ വന്നപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ കണ്ടോ? ആരെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ ഇതാണ് അവസ്ഥ. നോക്കൂ, ഒരു ക്യാമ്പിൽ, ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ടൗൺ LP സ്കൂളിലെ ക്യാമ്പാണിത്. 150 പേരുണ്ട്. അവിടെ കുട്ടികളെ കാണാം, സ്ത്രീകളെ കാണാം, വൃദ്ധരായ മനുഷ്യന്മാരെ കാണാം. അവരൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ക്യാമ്പിൽ കഴിയുകയാണ്. ഇവർക്ക് ഇന്നലെ മുതൽ ഭക്ഷണമില്ല, പട്ടിണി കിടക്കുകയാണ്. പഴം മാത്രം കഴിച്ചാണ് പലരും അവിടെ കഴിയുന്നത്. എന്തൊരു കഷ്ടമാണ് നോക്കൂ. അവർക്ക് രാവിലെ കുറച്ച് റവയും കുറച്ച് പച്ചക്കറിയും അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക? അവിടെ പാചകം ചെയ്യുന്നതിനായി ഗ്യാസ് ഇല്ല, അടുപ്പില്ല. ഇപ്പോൾ എങ്ങനെ ഈ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം? റവ പച്ചക്ക് തിന്നാൽ മതിയോ? ഇത് ചെയ്ത ഉദ്യോഗസ്ഥരോട് തീർച്ചയായും ചോദിക്കേണ്ട വിഷയമാണ്. അഖിൽ, കേൾക്കാമെങ്കിൽ അവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടോ ഇപ്പോൾ? ഇല്ല സുനിൽ, അതായത് ഇപ്പോൾ വില്ലേജ് ഓഫീസറും മറ്റു ഉദ്യോഗസ്ഥരും ആദ്യഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരോട് സംസാരിച്ച ശേഷം അവിടുന്ന് പോയി. ഇപ്പോൾ ഇവിടെ ഇവർ മാത്രമാണ് ഉള്ളത്. മറ്റു ഉദ്യോഗസ്ഥരാരും നമുക്ക് കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരൊക്കെ പോയിട്ടുണ്ട്. ഇവരുണ്ടായിരുന്നു, ഇവരോട് സംസാരിച്ചിരുന്നു. ഭക്ഷണം അല്പസമയത്തിൽ കൊണ്ടുവരും. അതായത് ഭക്ഷണമാണോ കൊണ്ടുവരുന്നത് തൊട്ടവരുടെ ക്യാമ്പിൽ നിന്നാണ് നമുക്ക് കാണേണ്ടത്. അവിടുന്ന് ദൂരം ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർമാൻ ജോബി ജോസഫ് എന്നാണ് തോന്നുന്നു. ജോമി ജോസഫ് ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊരു സംഭവമേ ഇല്ല എന്നാണ്. അവിടെ ആ ക്യാമ്പിൽ ഇപ്പോൾ ഭക്ഷണം വരുന്നു. ഏതായാലും നമ്മുടെ വാർത്ത ഫലം കണ്ടിരിക്കുന്നു. അഖിലിന്റെ ആ ക്യാമ്പിലെത്തിയുള്ള ആ ഒരു തത്സമയ റിപ്പോർട്ടിംഗ്, ആ ക്യാമ്പിലെ ജനങ്ങളുടെ ദുരിതം പുറം ലോകത്തെ അറിയിച്ചുള്ള ആ ഒരു റിപ്പോർട്ടിംഗ് ഇതാ ഫലം കണ്ടിരിക്കുന്നു. അവർക്ക് ഭക്ഷണം എത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അവർ പട്ടിണി കിടക്കുകയാണ്. അഖിൽ, അവർക്കുള്ള ഭക്ഷണം എത്തുന്നു. അഖിൽ, തുടർന്നോളൂ. അങ്ങനെയാണ് ഈ MLAയോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ടെന്നുള്ള മുനിസിപ്പൽ കൗൺസിലറോട്, പ്രസിഡന്റിനോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഈ കാണുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് തന്നെയാണ്. ഇവർക്ക് ഭക്ഷണമില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞതല്ല, നമ്മളോട് ഇവർ പ്രതികരിച്ചതാണ്. ഇവർ ഈ ഭക്ഷണം ഇപ്പുറത്തെ ക്യാമ്പിൽ നിന്നും എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ അപ്പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ എങ്ങനെ ഈ ഭക്ഷണം ഇവിടേക്ക് എത്തുന്നു? അപ്പോൾ ഈ ബുദ്ധിമുട്ട് മാറിയോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവരോട് ചോദിക്കാനുള്ളത്. ഭക്ഷണം ഇവരേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഇതൊക്കെ ആളുകൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാം പോയി എല്ലാം നഷ്ടപ്പെട്ടു വന്ന ആളുകളാണ്. അപ്പോൾ അവരെ കൂടുതൽ അവരുടെ മനസ്സിന് ആശ്വാസം നൽകുക, അല്ലെങ്കിൽ അവരുടെ മെന്റലി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായ ഭക്ഷണം ലഭിക്കണം, അവർക്ക് ഭക്ഷണം നൽകണം എന്നുള്ളത് തന്നെയാണ്. ആ ചോറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ മറ്റു കറികളും ഇപ്പോൾ കൊണ്ടുവരുമായിരിക്കും.